പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിവോയുടെ എക്സ് ഫോൾഡ് 5 ഫോൺ 6000 mAh ബാറ്ററിയുമായിട്ടാണ് വരുന്നത്. 217 ഗ്രാം വെയ്റ്റ് മാത്രമാണ് അതിനകത്തുള്ളത്. വളരെ തിന്നായിട്ടുള്ള ഈ ഫോൺ 6000 mAh ബാറ്ററിയുമായി വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ 80 വാട്ട് വയർഡ് ചാർജും 40 വാട്ട് വയർലെസ് ചാർജും അതുപോലെ 5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജും നൽകുന്നുണ്ട്. ഇതിൻ്റെ കവർ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സൈസ് 6.53 ഇഞ്ചാണ്. LTPO അമോലെഡ് ഡിസ്പ്ലേ. അതുപോലെ തന്നെ ഇതിനകത്ത് ആർമോർ ഗ്ലാസ് സെക്കൻഡ് ജെന്നാണ് നൽകിയിരിക്കുന്നത്. ഇത് നിവർത്തി വെച്ചാൽ ഇതിൻ്റെ സൈസ് 8.03 ഇഞ്ചാണ്. അതും LTPO അമോലെഡ് ഡിസ്പ്ലേ ആണ് നൽകുന്നത്. 4000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് നൽകുന്നത്. ആൻഡ്രോയിഡ് 15 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട്. അതുപോലെ ഇത് മടക്കി വെച്ചാൽ ഇതിൻ്റെ തിക്നെസ് 9.2 mm ആണ്. അതുപോലെ ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് 4.3 mm ആണ്. ഇതിൻ്റെ പ്രോസസ്സർ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അതായത് 8 Elite അല്ല നൽകിയിരിക്കുന്നത്, 8 Gen 3 ആണ്. 4nm ചിപ്സെറ്റ്. 8 Elite ചിപ്സെറ്റ് 3nm ചിപ്സെറ്റാണ്. nm മീൻസ് നാനോമീറ്റർ. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 MB വൈഡ് ക്യാമറയും 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോയും 50 MB അൾട്രാ വൈഡ് ക്യാമറയുമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ 8K റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. ഇത് സെയ്സിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ കവർ ഡിസ്പ്ലേയിൽ 20 MB വൈഡ് ക്യാമറയും അതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന സെൽഫി ക്യാമറ 20 MBയുമാണ്. 50 മീറ്റർ ദൂരെയുള്ള ചിത്രങ്ങളൊക്കെ വളരെ ക്ലാരിറ്റിയോടെ നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയും. കവർ ഡിസ്പ്ലേയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് നിവർത്തിക്കഴിഞ്ഞാൽ ഉള്ളിലും മെയിൻ ഡിസ്പ്ലേയിലും നമുക്ക് കാണാൻ കഴിയും. സാധാ ക്യാമറയും സെൽഫി ക്യാമറയും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫോണാണിത്. നമുക്കിതേപോലെ മടക്കി വെച്ചും ഇത് പ്രവർത്തിപ്പിക്കാം. ഇതിൻ്റെ മെമ്മറി 12 GB-യും 256 GB-യാണ് ഏറ്റവും കുറഞ്ഞത്. 512 GB സ്റ്റോറേജും 12 GB റാമും വരുന്നുണ്ട്. അതുപോലെ തന്നെ 16 GB റാമും 512 GB സ്റ്റോറേജ് സ്പേസുമായി വരുന്നുണ്ട്. UFS 4.1 സപ്പോർട്ട് ചെയ്യുന്നു. ജൂലൈ 31 മുതൽ പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇത് ലഭ്യമാണ്. 1,49,999 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ചെറിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് 8 Elite പ്രോസസ്സർ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 15 ആണ്. അതുപോലെ 4 മേജർ അപ്ഡേറ്റുകൾ മാത്രമേ തരുന്നുള്ളൂ. ഇത് സാംസങ്ങിൻ്റെ ഗാലക്സി Z ഫോൾഡ് 7മായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഫോൾഡുമായി കിടപിടിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഓക്കേ.